ഹലോ എവരിവൺ. കഴിഞ്ഞ ദിവസം നമ്മൾ എനർജി പ്രൊഡക്ഷനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത് അല്ലേ? ഇനി ഈ എനർജി പ്രൊഡക്ഷന്റെ ഫലമായിട്ട് പല വിധത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്നതെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലെങ്കിൽ വിസർജന വ്യവസ്ഥയെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലേ? അതിലൊന്നായിരുന്നു ഏതെന്ന് പറയുന്നത് എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഊർജ്ജോത്പാദനം. അപ്പൊ അതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യണം? ബോഡിയിൽ നിന്നും പുറന്തള്ളണം. വാട്ടറും ആവശ്യത്തിൽ കൂടുതലായാൽ അതും എന്ത് ചെയ്യണം? പുറന്തള്ളണം. അപ്പൊ ഇങ്ങനെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ പുറന്തള്ളുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനം എന്ന് പറയും. ദ റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം അവർ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? എക്സ്ക്രീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ സെല്ലിലാണ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? എനർജി പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ്, സെല്ലിനുള്ളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിനകത്തിൽ നടക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് പ്രോട്ടീൻ മെറ്റാബോളിസം. അതായത് പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില മെറ്റാബോളിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ സെൽസിൽ അല്ലെങ്കിൽ കോശങ്ങളിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് ആണ് അമോണിയ. അപ്പൊ ഈ അമോണിയ എന്ന് പറയുന്നത് ടോക്സിക് മെറ്റീരിയൽ ആണ് അല്ലേ? അപ്പൊ ഈ വിഷവസ്തുവിനെ നമ്മുടെ ബോഡിക്കുള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിനെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. പക്ഷെ അമോണിയയെ അതേ രൂപത്തിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഈ അമോണിയ പുറന്തള്ളണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വാട്ടർ അല്ലെങ്കിൽ ജലം ആവശ്യമുണ്ട്. അപ്പൊ നമ്മളെ പോലെ കരയിൽ ജീവിക്കുന്ന ജീവികൾക്കൊന്നും അമോണിയ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുറന്തള്ളാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ബോഡിയിൽ നമ്മുടെ കരള്, അതായത് നമ്മുടെ ലിവർ എന്ത് ചെയ്യും? ഈ അമോണിയയെ എന്താക്കി മാറ്റും? യൂറിയയാക്കി മാറ്റും. അപ്പൊ യൂറിയ എന്ന് പറയുന്നത് ലെസ് ടോക്സിക് ആണ്, അല്ലെങ്കിൽ വിഷരഹിതമായിട്ടുള്ള ഒരു വസ്തുവാണ് അല്ലേ? അപ്പൊ ഈ യൂറിയയാക്കി എന്തിനെ മാറ്റും? അമോണിയയെ മാറ്റും. അപ്പൊ ഇങ്ങനെ അമോണിയ യൂറിയയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വേണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡക്ഷന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ കാർബൺ ഡൈ ഓക്സൈഡിനെയും നമ്മൾ എന്ത് ചെയ്യത്തില്ല? പുറന്തള്ളത്തില്ല. കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എന്തിന്റെ നിർമ്മാണത്തിനായിട്ട് യൂസ് ചെയ്യുന്നു? യൂറിയയുടെ നിർമ്മാണത്തിനായിട്ട് യൂസ് ചെയ്യുന്നു. എങ്ങനെയാണ് യൂറിയ നിർമ്മിക്കുന്നത്? അതായത് സെല്ലിലെ പ്രോട്ടീൻ മെറ്റാബോളിസത്തിന്റെ ഫലമായിട്ട് അമോണിയ ഉണ്ടാകുന്നു. അമോണിയ എന്ന് പറയുന്നത് ടോക്സിക് ആണ് അല്ലെങ്കിൽ വിഷവസ്തുവാണ്. ആ അമോണിയെ യൂറിയയാക്കി മാറ്റുന്നു. ആരാ യൂറിയയാക്കി മാറ്റുന്നത്? ലിവർ അല്ലെങ്കിൽ കരളാണ്. അപ്പൊ ലിവർ അമോണിയ യൂറിയയാക്കി മാറ്റണമെങ്കിൽ എന്താവശ്യമുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വാട്ടറും ആവശ്യമുണ്ട്. ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈംസ്, ഇതിന് എന്താവശ്യമാണ്? എൻസൈമുകൾ ആവശ്യമാണ്. കാരണം ഇവിടെ എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലേ? അപ്പൊ അതിന്റെ വേഗത കൂട്ടാൻ എന്ത് വേണം? എൻസൈംസ് വേണം. അപ്പൊ ഈ ലിവറിൽ വെച്ചിട്ട് അമോണിയ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെയും സഹായത്തോടു കൂടി എൻസൈംസിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറുന്നു? യൂറിയയായി മാറുന്നു. അപ്പൊ ഈ യൂറിയ എന്ന് പറയുന്നത് പിന്നീട് എവിടേക്ക് പോകും? കിഡ്നിയിലേക്ക് പോകും. ബ്ലഡ് ആണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ കിഡ്നിയിൽ വെച്ചിട്ടായിരിക്കും പിന്നീട് ഈ യൂറിയ എന്ത് ചെയ്യുന്നത്? യൂറിനിൽ കലർന്ന് ബോഡിക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഇവിടെ യൂറിയ സിന്തസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂറിയ നിർമ്മിക്കുന്നതെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ലിവർ ആണ്. ഇനി ആ യൂറിയയെ പുറന്തള്ളുന്നത് ആരാണ്? കിഡ്നിയാണ്. ഏതിലൂടെയാണ്? യൂറിനിലൂടെയാണ്. അപ്പം എനർജി പ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല അല്ലെ? അതെന്ന് പറയുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ്. പക്ഷെ എല്ലാ കാർബൺ ഡൈ ഓക്സൈഡിനെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പുറന്തള്ളുന്നില്ല. കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ചില ആക്ടിവിറ്റീസിനൊക്കെ ഉപയോഗിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് ലിവറിൽ നടക്കുന്ന യൂറിയ സിന്തസിസ് അല്ലെങ്കിൽ യൂറിയയുടെ നിർമ്മാണത്തിന് എന്തിനെ ഉപയോഗിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊരു കുറച്ചളവിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യണം? ബോഡിയിൽ നിന്നും പുറന്തള്ളണം. കാരണം ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സെല്ലിനകത്തിലൊക്കെ ഉള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. അത് നമ്മുടെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അല്ലെ? അത് നമ്മുടെ ഹോമിയോസ്റ്റാസിസിന് തകരാറുണ്ടാക്കും. എന്താണ് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതി പാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കുള്ളിലെ പരിസ്ഥിതി അല്ലെങ്കിൽ ഇന്റേണൽ എൻവയോൺമെന്റിനെ നോർമലാക്കി വെക്കുക. അതായത് വേസ്റ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത് കളയുക. അങ്ങനെ നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ബോഡിക്കുള്ളിലെ ആ ഒരു പരിസ്ഥിതിയെ നോർമലാക്കി നിലനിർത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതി പാലനം. അപ്പൊ ആ സമസ്ഥിതി പാലനം നടക്കണമെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പൊ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കും? യൂറിയ സിന്തസിസിന് ഉപയോഗിക്കും. ബാക്കിയുള്ളവ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുകയും ചെയ്യുന്നു.
അപ്പൊ ഇങ്ങനെ യൂറിയ എന്തിലൂടെ പുറത്തു പോകുന്നു? യൂറിനിലൂടെ പുറത്തു പോകുന്നു. അതിന് സഹായിക്കുന്ന ആരാണ്? കിഡ്നീസ് ആണ് അല്ലേ. ഇനി ഈ കിഡ്നീസ് ഒന്നും കൂടാതെ വേറെ ഏതൊക്കെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ വേറെയും വിസർജന അവയവങ്ങളുണ്ട് അല്ലേ. അതായത് കിഡ്നീസ് മാത്രമൊന്നുമല്ല. അതായത് നമ്മുടെ ശരീരത്തിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് അല്ലെങ്കിൽ വിസർജന അവയവങ്ങൾ എന്ന് പറയുന്നത് മേജറായിട്ട് ആര് തന്നെയാണ്? കിഡ്നീസ് അല്ലെങ്കിൽ വൃക്കകൾ തന്നെയാണ്. അപ്പൊ ഈ വൃക്കകൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ പറഞ്ഞു എന്തിനെ പുറന്തള്ളുന്നു എന്ന്? യൂറിയ പുറത്തു കളയുന്നു. ഇത് കൂടാതെ തന്നെ സാൾട്ടും വാട്ടറും അതായത് ജലവും ലവണവും പുറന്തള്ളാനും ആര് സഹായിക്കുന്നുണ്ട്? കിഡ്നീസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ കിഡ്നീസ് എന്തൊക്കെയാണ് റിമൂവ് ചെയ്ത് കളയുന്നത്? അതായത് യൂറിയ കളയുന്നുണ്ട്, സാൾട്ട്, വാട്ടർ, ജലവും ലവണവും. ദെൻ ഇത് കൂടാതെ ലിവർ എന്താ ചെയ്യുന്നതെന്ന് നമ്മളിപ്പോ പറഞ്ഞായിരുന്നു. യൂറിയ സിന്തസിസ് അല്ലെങ്കിൽ യൂറിയയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? ലിവർ അല്ലെങ്കിൽ കരൾ. ഇനി സ്കിൻ അല്ലെങ്കിൽ ത്വക്ക് ഇല്ലേ. ത്വക്ക് എന്ന് പറയുന്നതും നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിൽ നിന്നുമാണ് സ്വെറ്റ് അല്ലെങ്കിൽ വിയർപ്പ് പുറത്തു വരുന്നത് അല്ലേ. അപ്പൊ ആ വിയർപ്പിലൂടെ എന്തൊക്കെ പുറത്തു പോകുന്നുണ്ട്? സാൾട്ടും വാട്ടറും അതായത് ജലവും ലവണങ്ങളും പുറന്തള്ളപ്പെടുന്നുണ്ട്. ദെൻ അതുകൂടാതെ തന്നെ നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശങ്ങൾ. അപ്പൊ ലങ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി പ്രൊഡക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന വാട്ടർ വേപ്പർ ഇല്ലേ അതിനെയും എന്ത് ചെയ്യുന്നുണ്ട്? പുറന്തള്ളുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിൽ 4 എക്സ്ക്രീറ്ററി ഓർഗൻസ് അല്ലെങ്കിൽ വിസർജനാവയവങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കിഡ്നീസ് എന്തൊക്കെയാണ് റിമൂവ് ചെയ്ത് കളയുന്നത്? യൂറിയ, സാൾട്ട്, വാട്ടർ. ദെൻ ലിവർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? സിന്തസൈസസ് യൂറിയയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. സ്കിൻ എന്ന് പറയുന്നത് വിയർപ്പിലൂടെ എന്തൊക്കെ പുറന്തള്ളുന്നുണ്ട്? സാൾട്ട്, വാട്ടർ. ദെൻ അടുത്തത് ലങ്സ് എന്തൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നു? അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടർ വേപ്പറിനെയും പുറന്തള്ളാനായിട്ട് ലങ്സ് സഹായിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഏതാണ്? കിഡ്നീസ് ആണ് അല്ലെ. അപ്പൊ ഈ കിഡ്നീസുമായിട്ട് ബന്ധപ്പെട്ട പാർട്സ് ഒക്കെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലെങ്കിൽ വിസർജന വ്യവസ്ഥ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലേ, അതായത് പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് ഏതെന്ന് പറയുന്നത്? കിഡ്നീസ്. അപ്പൊ ഈ കിഡ്നീസ് എന്ന് പറയുന്നത് 2 എണ്ണമാണുള്ളത്. ഈ കിഡ്നീസ് എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയാണ്. എന്താണ് അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ? ഉദരാശയമാണ് അല്ലെ. അപ്പൊ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ 2 എണ്ണവും നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ 2 വശങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് വെർട്ടിബ്രൽ കോളം? നട്ടെല്ല്. ഓക്കെ. അപ്പൊ നട്ടെല്ലിന്റെ 2 വശങ്ങളിലായിട്ട് 2 കിഡ്നീസ് ഉണ്ട്. ആ കിഡ്നീസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബീൻ ഷേപ്പ്ഡ് ആണ്. പയർവിത്തിന്റെ ആകൃതിയിലാണ് കിഡ്നീസ് ഇരിക്കുന്നത്. ഇനി ഈ കിഡ്നീസ് എന്ന് പറയുമ്പോൾ ഈ കിഡ്നീസിനകത്തില് അൾട്രാഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ സൂക്ഷ്മ അരിപ്പകളുണ്ട്. അവരാണ് എന്തിനെ അരിച്ചു മാറ്റാനായിട്ട് സഹായിക്കുന്നത്? നമ്മുടെ ബ്ലഡിനകത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ ഫിൽറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അവയെ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ് എന്ന് വിളിക്കും. അതായത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നീസ്. അതായത് വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ്. അപ്പൊ എന്താണ് നെഫ്രോൺസിന്റെ ഫംഗ്ഷൻ? ദേ ആർ അൾട്രാഫിൽറ്റേഴ്സ്. അതായത് ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യാൻ അരിക്കാനായിട്ട് സഹായിക്കുന്ന സൂക്ഷ്മ അരിപ്പകളാണ് ആരെന്ന് പറയുന്നത്? നെഫ്രോൺസ്. ദെൻ ഇത് കൂടാതെ ഓരോ കിഡ്നിയിലും 12 lakhs അതായത് 12 ലക്ഷത്തോളം നെഫ്രോണുകളാണ് ഓരോ കിഡ്നിയിലും ഉള്ളത്. അപ്പൊ ഇവരെല്ലാം കൂടി ഇരുന്ന് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? ഫിൽറ്റർ ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്തിട്ട് എന്തിനെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്നു? യൂറിയ, സാൾട്ട്, വാട്ടർ. അതായത് നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ എല്ലാം പുറന്തള്ളാൻ സഹായിക്കുന്നത് ആരാണ്? നെഫ്രോൺസ് ആണ്. നെഫ്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ നെഫ്രോൺസ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ്. അതായത് വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നെഫ്രോൺസ്. അപ്പൊ നമുക്ക് എത്ര കിഡ്നീസ് ആണുള്ളത്? 2 എണ്ണമാണ്. വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ലിന്റെ 2 വശങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇനി ഈ കിഡ്നീസിൽ ഉണ്ടാകുന്ന യൂറിൻ അതായത് ബ്ലഡ് ഒക്കെ ഫിൽറ്റർ ചെയ്തിട്ട് സാൾട്ടും വാട്ടറും യൂറിയ എല്ലാം എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു അല്ലെ. ആ പുറത്തു പോകുന്നത് ഏതിലൂടെയാണ്? യൂറിനിലൂടെയാണ്. അപ്പൊ ഈ യൂറിൻ പുറത്തേക്ക് പോകുന്ന 2 കുഴലുകളുണ്ട്, ട്യൂബ്സ് ഉണ്ട്. ആ ട്യൂബ്സിനെ വിളിക്കുന്ന പേരാണ് യൂറീറ്റർ എന്ന് വിളിക്കും അല്ലെങ്കിൽ മൂത്രവാഹി. എത്ര എണ്ണം ഉണ്ട്? 2 കിഡ്നിയിൽ നിന്നും 2 എണ്ണം പുറത്തേക്ക് വരും. യൂറീറ്റർ അല്ലെങ്കിൽ മൂത്രവാഹി. അതിലൂടെയാണ് യൂറിൻ പുറത്തേക്ക് വരുന്നത്. ഇനി ആ യൂറിൻ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്, ഒരു സർക്കുലേറ്ററി സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബാഗിലേക്ക് സ്ട്രക്ചർ. അതിനെ വിളിക്കുന്ന പേരാണ് യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രസഞ്ചി. അപ്പൊ യൂറിൻ വന്ന് എവിടെ സ്റ്റോർ ചെയ്യും? യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. ദെൻ അത് ഫില്ല് ആകുമ്പോൾ യൂറീത്ര അല്ലെങ്കിൽ മൂത്രനാളി വഴി പുറത്തു പോവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലെങ്കിൽ വിസർജന വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. അതായത് നമുക്ക്
ടു ബീൻ ഷേപ്ഡ് കിഡ്നീസ് ആണുള്ളത്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെർട്ടിബ്രൽ കോളത്തിന്റെ ഏതർ സൈഡ്സിലാണ്, അതായത് രണ്ട് വശങ്ങളിലുമാണ്. അതിലുള്ള ഫങ്ഷണൽ യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ്. നെഫ്രോൺസ് എന്ത് ചെയ്യും? ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ ചെയ്തിട്ട് എന്തിന്റെ ഫോർമേഷന് സഹായിക്കും? യൂറിന്റെ ഫോർമേഷന് സഹായിക്കും. അതൊക്കെ ഇനി എങ്ങനെയാണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. ആ യൂറിൻ കിഡ്നിയിൽ നിന്ന് യൂറീറ്റർ വഴി, മൂത്രവാഹി വഴി പുറത്തേക്ക് വന്നിട്ട് യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ സ്റ്റോർ ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് യൂറീത്ര അല്ലെങ്കിൽ മൂത്രനാളി വഴി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഫിൽറ്റർ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ ബ്ലഡ് ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് എവിടേക്ക് വരണം? കിഡ്നിയിലേക്ക് വരണം. അപ്പൊ ഇങ്ങനെ കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരാണ് റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി എന്ന് പറയും. അതായത് ദ ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ബ്ലഡ് ടു ദ കിഡ്നീസ്, അതായത് കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരാണ് റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി. ഇനി ഇവിടെ നിന്നും ഫിൽറ്റേർഡ് ബ്ലഡ് എന്ത് ചെയ്യണം? പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലെ. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിന്റെ പേരാണ് റീനൽ വെയിൻ അല്ലെങ്കിൽ വൃക്കാസിര. അതായത് ദ ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം കിഡ്നീസ്, അതായത് കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്ന ബ്ലഡ് വെസലാണ് ഇതെന്ന് പറയുന്നത് റീനൽ വെയിൻ. ഇനി എന്താണ് റീനൽ ആർട്ടറി? ദ ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ബ്ലഡ് ടു ദ കിഡ്നീസ്. കിഡ്നിയിലേക്ക് കൊണ്ടുവരുന്നത് റീനൽ ആർട്ടറി, കിഡ്നിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് റീനൽ വെയിൻ അല്ലെങ്കിൽ വൃക്കാസിര. ഇനി നമ്മളൊരു കിഡ്നി എടുക്കുകയാണ്. ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിലുള്ള പാർട്സ് ആണ് പറയാൻ പോകുന്നത്. അതായത് ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പുറമെ ഒരു ലൈറ്റ് കളേർഡ് പാർട്ട് ഉണ്ട്, അതായത് ഔട്ടർ ലൈറ്റ് കളേർഡ് പാർട്ട്, പുറമേ ഉള്ള ഇളം നിറത്തിലുള്ള ഭാഗം. അതിനെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. ഇനി ഇന്നർ റീജിയൻ എന്ന് പറയുന്നത് ഡാർക്ക് കളേർഡ് ആയിരിക്കും, ഉൾഭാഗം ഇരുണ്ട നിറത്തിൽ കാണപ്പെടും. അതിനെ വിളിക്കുന്ന പേരാണ് മെഡുല്ല. അപ്പോൾ ഔട്ടർ റീജിയൻ ലൈറ്റ് കളേർഡ് ആണ്, അതിനെ വിളിക്കുന്ന പേര് കോർട്ടെക്സ്. ഇന്നർ റീജിയൻ എങ്ങനെയാണ്? ഡാർക്ക് കളേർഡ്, അതിനെ വിളിക്കുന്ന പേര് മെഡുല്ല. അപ്പൊ ഈ കോർട്ടെക്സും മെഡുല്ലയിലുമായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? നെഫ്രോൺസ്. എന്താ നെഫ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഡ്നിയിലുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ്. അവരാണ് ബ്ലഡിൽ എന്ത് ചെയ്യുന്നത്? ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ട് ഭാഗങ്ങളിലായിട്ട്, അതായത് കോർട്ടെക്സിലും മെഡുല്ലയിലുമായിട്ട് ആര് വ്യാപിച്ചു കിടക്കും? നെഫ്രോൺസ് വ്യാപിച്ചു കിടക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അവിടെ ബ്ലഡ് ഫിൽറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ അരിച്ചു മാറ്റുന്നു. അതായത് ബ്ലഡിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഫിൽറ്റർ ചെയ്യാൻ ആര് സഹായിക്കുന്നു? നെഫ്രോൺസ്. അരിച്ചു മാറ്റിയതിനു ശേഷമുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം എവിടേക്ക് പോകും? യൂറീറ്റർ അല്ലെങ്കിൽ മൂത്രവാഹിയിലേക്ക് പോകും അല്ലെ. അപ്പൊ ഈ മൂത്രവാഹിയുടെ തുടക്കത്തിലുള്ള പോർഷൻ, ഇവിടെ സ്റ്റാർട്ടിംഗ് പോർഷനെ വിളിക്കുന്ന പേരാണ് പെൽവിസ് എന്ന് വിളിക്കും. നെഫ്രോണുകൾ ഓപ്പൺ ചെയ്യുന്ന എവിടേക്കായിരിക്കും? പെൽവിസിലേക്കായിരിക്കും. പെൽവിസിൽ നിന്നും ആ യൂറിൻ ഇതുവഴി പോകും, യൂറീറ്റർ വഴി പുറത്തേക്ക് പോകും. പിന്നെ ബ്ലഡ് കിഡ്നിക്ക് അകത്തിലേക്ക് വരുന്ന ബ്ലഡ് വെസലാണ് അല്ലെ, ഏതെന്ന് പറയുന്നത് റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി. ഇനി ബ്ലഡ് അരിച്ചതിന് ശേഷമുള്ള, അതായത് ഫിൽറ്റേർഡ് ബ്ലഡ് കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇതുവഴിയാണ്, റീനൽ വെയിൻ അല്ലെങ്കിൽ വൃക്കാസിര വഴിയാണ്. അപ്പൊ ഇത്രയാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെഫ്രോൺസിന്റെ സ്ട്രക്ചർ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്ന് പറഞ്ഞതെല്ലാം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.